ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. ഇപ്പോൾ ഇത് വീക്കെൻഡാണ്. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏകദേശം ഒരു തീരുമാനമായി വരുന്നുണ്ട്. നമുക്കറിയത്തില്ല അത് എന്തുമാത്രം കോൺഫ്ലിക്റ്റ് വർദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അയവ് വരുമോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കുക, ട്രേഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഇത്രേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചത്തെ ഒരു നിഫ്റ്റിയുടെ അനാലിസിസും നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള കുറച്ച് സ്റ്റോക്സും നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 24,450 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ നിഫ്റ്റിയുടെ കാര്യത്തിൽ വലിയ പാനിക് ആവേണ്ട കാര്യമില്ല. ബട്ട് നമ്മൾ ഈ റേഞ്ച് 24,450, അതായത് 24,450, 24,400 ഇങ്ങനത്തെ റേഞ്ചുകളുണ്ടല്ലോ, ഒരു റൗണ്ട് നമ്പേഴ്സ് കണക്കാക്കും, 24,400. അപ്പം ഈ ഒരു റേഞ്ച് 24,400 ഇങ്ങനത്തെ റൗണ്ട് നമ്പേഴ്സ് കണക്കാക്കിയാൽ മതി. ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മറിച്ച് ഈ സോൺ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഫോള് നിഫ്റ്റിയിൽ വരും. അത് ചിലപ്പോൾ 23,937 അല്ലെങ്കിൽ ഈ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റിനെ തള്ളിവിടും. നമുക്കുള്ള മാർക്കറ്റിലുള്ള ഇപ്പോൾ ഉള്ള ത്രെറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാൻ വാറും പിന്നെ ഈ കാണുന്ന ഗ്യാപ്പുമാണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ, ഇവിടെ കാണുന്ന ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിഫ്റ്റി വരുമോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ത്രെറ്റ്. പക്ഷേ നമ്മൾ ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ സോണിൽ വന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സോൺ 24,400 പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ മാർക്കറ്റിനെ വീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ വീക്സിലായാലും ശരി, ഇനിയുള്ള വീക്സിലായാലും ശരി, മൊമെൻറ്റം പ്രതീക്ഷിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് റിലയൻസ് ആണ്. ഇപ്പോൾ റിലയൻസ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച ഒരു സ്റ്റോക്കാണ്. ഞാൻ ഷെയർ ചെയ്തിരുന്നത് 1423 എന്നിട്ട് മാർക്കറ്റ് എവിടെയാണ് കൊണ്ടെത്തിയിരുന്നത്? ഈ റെസിസ്റ്റൻസ് എടുത്ത് ഈ ഹൈയിലാണ് റെസിസ്റ്റൻസ് 1466 എന്നുള്ള സോണിൽ റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് തിരിച്ചു വന്നേക്കുന്നത് നമ്മുടെ ഒരു ബൈയിങ് ഏരിയയിലേക്കാണ് തിരിച്ചു വന്നേക്കുന്നത്. അതിവിടെ നോക്കിയാൽ ഇത് ഈ തിരിച്ചു വന്നത് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ ക്രാഷിലാണ് തിരിച്ചെത്തിയത്. അല്ലെങ്കിൽ മേ ബി 2-3 ദിവസത്തിനുള്ളിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് പോയാണ്. ആറ്റ് 1021 EMAയിലാണ് ഇപ്പം വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തേക്കുന്നത് റിലയൻസ് എന്ന സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് തന്നെ ഒന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം നമുക്ക് എല്ലാ 100 കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോൺ ഹോൾഡ് ചെയ്യുകയാണ്, ഇന്നലത്തെ ഡേ ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ റിലയൻസ് തിരിച്ച് അപ് ട്രെൻഡ് പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ റിലയൻസ് എന്ന സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക. അടുത്ത സ്റ്റോക്ക് സിപ്ലയാണ്. സിപ്ലയുടെ സ്റ്റോക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, കുറേ മാസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ്. മാർക്കറ്റ് ഈ ഒരു ഹൈ പോവും, 1545 എന്ന ഹൈയിലേക്ക് പോവും, തിരിച്ച് 300 റേഞ്ചിലേക്ക് തിരിച്ചു വരികയാണ്. ആൻഡ് നമുക്കിവിടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ടിനെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 1450 എന്നൊരു റേഞ്ച് സിപ്ല എന്ന സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് 2 ദിവസം മുന്നത്തെ സെല്ലിങ് കഴിഞ്ഞ് മാർക്കറ്റ് ഇന്നലത്തെ ഒരു ടഫ് മാർക്കറ്റിലും സിപ്ല ഓൾമോസ്റ്റ് ഈ ഒരു ഇറങ്ങിയ പോയിൻ്റ്, അതായത് ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് റീഗെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് സോൺ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന ആഴ്ചകളിൽ ഈ 1571 അല്ലെങ്കിൽ 1714 ഇത്രയും സോണിലേക്ക് മാർക്കറ്റ് സിപ്ല കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോസ്റ്റ്ലി ഒരു 14% ഒരു അപ്സൈഡ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിപ്ല എന്ന സ്റ്റോക്ക് ഈ ഒരു സപ്പോർട്ട് സോൺ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന രീതിയിൽ കണക്കാക്കി നമുക്ക് വാച്ച് ചെയ്യാം. അടുത്തത് SIS ലിമിറ്റഡാണ്. SIS ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക് നമുക്കൊന്ന് ആകെ മൊത്തം പരിശോധിക്കാം. നമ്മളിവിടെ നോക്കിയാൽ നമുക്കറിയാം, മോസ്റ്റ്ലി 565 റേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് 279 അല്ലെങ്കിൽ 287 റേഞ്ചിലേക്ക് ഇടിഞ്ഞ് താഴുകയായിരുന്നു. ആൻഡ് മാർക്കറ്റ് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി. നോക്കിയേ, ഇവിടെ ചെറിയൊരു ബേസ് ഉണ്ടാക്കി. ആൻഡ് ഇതായിരുന്നു ഒരു ബ്രേക്കൗട്ട് ഏരിയ, ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 350 എന്നുള്ള സോണായിരുന്നു. ആൻഡ് 350 എന്നുള്ള സോണിൽ നിന്ന് ബ്രേക്കൗട്ട് ചെയ്ത് മാർക്കറ്റ് മോസ്റ്റ്ലി ഫസ്റ്റ് ടാർഗറ്റായ 383 വരെ പോയി. എന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ഒരു ചെറിയ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് 359 എന്ന റേഞ്ചിലാണ്. ഈ 359 റേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1021 EMA റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ 350 എന്നുള്ള സപ്പോർട്ട് ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും 384, 392 എന്നുള്ള സോണിലേക്ക് പോകാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഈ സോണ്, അതായത് ഈ സ്റ്റോക്ക് നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ആൻഡ് ഇത് എപ്പോഴാണ് SIS എന്ന സ്റ്റോക്ക് വീണ്ടും വീക്കാണെന്ന് നമുക്ക് കരുതേണ്ടത്? ഒരു 344 താഴെ
ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ഈ സ്റ്റോക്ക് വീണ്ടും വീക്കായി, ഇനി വീണ്ടും തിരിച്ച് ഈ ഒരു റേഞ്ച് അല്ലെ 380 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. മറിച്ച് ഈ ബ്രേക്ക് ഔട്ട് ഏരിയയ്ക്ക് മുകളിൽ തന്നെ നിന്ന് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ട് പോകുമെന്ന് തന്നെ വിശ്വസിക്കാം അല്ലേ. അടുത്തതാണ് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ SY സോളാർ. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്കാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ നമുക്ക് നോക്കാം. മോസ്റ്റ്ലി 834 വരെ പോയ സ്റ്റോക്കാണ്. ഓക്കെ, 834 വരെ പോയ സ്റ്റോക്ക് ഇടിഞ്ഞതാണ്, ഓൾമോസ്റ്റ് 77% ഇടിഞ്ഞു തന്നു. അപ്പോൾ എന്തോരം കറക്ഷനാണ് നടന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ എന്ന സ്റ്റോക്ക് എന്നിട്ട് ഇവിടെ ബേസ് ഉണ്ടാക്കുകയാണ്. ആൻഡ് ഇതൊരു ബ്രേക്ക് ഔട്ട് ഏരിയ ആണ്. ഈ ഏരിയയിലാണ് മോസ്റ്റ്ലി സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ എന്ന സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുക്കുന്നതും സെല്ലേഴ്സ് എൻ്റർ ആവുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ക്ലോസ്ലി വാച്ച് ചെയ്താൽ നമുക്കിവിടെ മനസ്സിലാവും ഒരു ഹയർ ഹൈ ഫോർമേഷൻ മാക്സിമം സ്റ്റോക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഇവിടെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു റെസിസ്റ്റൻസ് വന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഇവിടെ കണ്ടോ, ഇത്രയും വലിയ റെഡ് ബാർ ക്യാൻഡിൽ ഉണ്ട്. ആൻഡ് അവിടെ ഒരു ഗ്യാപ്പും ഉണ്ട്. ഈ ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഇവിടെ സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് വരുന്നത്. 1 2 3 അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് വന്നു. തിരിച്ച് ശേഷം ഈ ഒരു ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറുകയാണ് ഉണ്ടായത്. കണ്ടില്ല, ഗ്യാപ്പ് ഫില്ലാവുകയാണ് ചെയ്തത്. ആൻഡ് ഈ മാർക്കറ്റ് 340 എന്ന റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുകയാണ്. എവിടെയാണ് ഈ സ്റ്റോക്കിൻ്റെ സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ എവിടെയാണ് ഈ സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്? ഈ ഒരു റേഞ്ചിലായിരിക്കും ഇനി സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. 300-ന് മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ എന്ന സ്റ്റോക്ക് 466 എന്ന റേഞ്ചിലേക്ക്, ഇതൊരു നല്ല റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോസ്റ്റ്ലി ഒരു 35-36 അല്ലെങ്കിൽ 40%ഓളം ഈ സ്റ്റോക്ക് ഇനി ഒരു അപ്സൈഡ് ഞാൻ വരുന്ന വീക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനെന്താണ് അതിൻ്റെ പ്രധാന ക്രൈറ്റീരിയ? 290-ക്കും 300-ന് മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യണം വരുന്ന ദിവസങ്ങളിൽ. അങ്ങനെയെങ്കിൽ ഈ സ്റ്റോക്ക് 466 വരെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത സ്റ്റോക്ക് നമുക്ക് പരിശോധിക്കാം. ടൈം ടെക്നോപ്ലാസ്റ്റാണ് അടുത്ത സ്റ്റോക്ക്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് അതിൻ്റെ ഓവറോൾ പിക്ചർ നോക്കിയാൽ അറിയാം. 512 എന്ന റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മോസ്റ്റ്ലി 41% ബ്രേക്ക് ചെയ്ത് 304 വരെ ഈ സ്റ്റോക്ക് എത്തിയായിരുന്നു, കണ്ടോ. ആൻഡ് നമ്മളിവിടെ ഈ ഒരു സ്റ്റോക്കിന് ഈ ഒരു സോണാണ് ഭയങ്കരമായ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരുന്നത്, ഇപ്പം വരച്ച ഈ സോൺ. ആൻഡ് ഇവിടെ നിന്ന് എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഡൗണോടെയാണ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തത്. നോക്കി, ഈ സ്റ്റോക്ക് ഒരു ദിവസം നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ചെയ്തു. ആൻഡ് എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൽ സെല്ലേഴ്സ് ആക്ട് ചെയ്ത് സപ്പോർട്ട് റേഞ്ചിലേക്ക് ഈ ഒരു സ്റ്റോക്ക് എത്തുകയായിരുന്നു. തിരിച്ചെന്ത് സംഭവിച്ചു? ഗ്യാപ്പ് ഫില്ല് ചെയ്തു, കണ്ടേ. നോക്കിയേ, ഈ ഒരു ഗ്യാപ്പ് 1 2 3 ഒരു 4ാമത്തെ പ്രാവശ്യം ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു മുകളിലോട്ട് പോയി. എവിടെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്? ടൈം ടെക്നോപ്ലാസ്റ്റ് മുന്നത്തെ റെസിസ്റ്റൻസിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് നമുക്കൊന്ന് കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഇല്ലേ. ഈ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഫോൾ ഈ ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് സർവൈവ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ ഒരു 10-21 EMA ഭാഗത്ത് ഈ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുകയാണ്. ഒരു 5 പോയിൻ്റ് അപ്പായിരുന്നു ഈ സ്റ്റോക്ക്, മറിച്ച് അല്ലേ. അപ്പോൾ ഈ സ്റ്റോക്കിലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നുണ്ട്. ആൻഡ് 512 വരെയൊക്കെ ഈ സ്റ്റോക്ക് വരുന്ന വീക്സിൽ പോകാൻ വളരെ സാധ്യതയുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് ഈ ഒരു സപ്പോർട്ട് റേഞ്ച് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇനിയുള്ള വീക്സിൽ ഈ സ്റ്റോക്ക് 512 എന്ന റേഞ്ചിലേക്ക് ഈസി ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം അതിനുവേണ്ടി എന്താണ് ഫസ്റ്റ് ക്രൈറ്റീരിയ? 447 എന്ന റേഞ്ച് ആദ്യം ബ്രേക്ക് ചെയ്യണം. എങ്കിൽ 512 എന്ന റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് അപ്സൈഡ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ നോക്കിയ സ്റ്റോക്കിൻ്റെ പേര് ടൈം ടെക്നോപ്ലാസ്റ്റ്. നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. അടുത്ത സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസസ് ആണ്. അദാനി എൻ്റർപ്രൈസസിൻ്റെ കാര്യം നമുക്കറിയാം. എവിടെ നിന്ന സ്റ്റോക്കാണ് ഇടിഞ്ഞു താന്നതെന്ന്? ഹിൻഡൻബർഗ് ഇഷ്യൂവിൽ അല്ലേ. ഞാൻ മുന്നേ വിശദമാക്കിയിട്ടുണ്ട്. ഞാൻ 10-21 EMA ജസ്റ്റ് ഒരു മൊമെൻറ്റം നോക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അത് നോക്കിയേ, അദാനി 76% ഇടിഞ്ഞു താന്നത് ഒരു കാലത്ത്. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് സർവൈവ് ചെയ്ത് തിരിച്ച് കയറി. ആൻഡ് നമുക്കിവിടെ മൈക്രോ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്യാം. റെസിസ്റ്റൻസ് ആണ്, ഈ ഒരു സോണാണ് റെസിസ്റ്റൻസ്. 2644 എന്ന സോണ് ഒരു റെസിസ്റ്റൻസ് ആണ്. ആൻഡ് അതിന് മുന്നത്തെ കാര്യം നമ്മളൊന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു വലിയ ഗ്യാപ്പ് കിടപ്പുണ്ട് അല്ലേ. വലിയൊരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മളിവിടെ നോക്കിക്കാണുന്നത്. ആൻഡ് ഇവിടെ എന്തുണ്ട്? ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടുണ്ട്. നമ്മൾ പറയുന്ന പോലെ ഒരു
ടെക്സ്റ്റ് ബുക്ക് ട്രെൻഡ് ലൈൻ അല്ല, പക്ഷേ എന്നാലും ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ട് അല്ലേ. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എന്തായിട്ട് ഇവിടെ ആക്ട് ചെയ്തു, ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. 1 2 ഇത് തേർഡ് ടൈമാണ് ഇവിടെ ഈ ഒരു സോണിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണത്. എന്തുകൊണ്ട് ആക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ മുന്നേ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ആ റെസിസ്റ്റൻസ് ഒരിക്കൽ ബ്രേക്ക് ചെയ്തു, ഇവിടെ റീടെസ്റ്റ് ചെയ്തു, ആൻഡ് വീണ്ടും ഒരു തവണ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു, മാർക്കറ്റ് ഒന്ന് അപ്പ് സൈഡ് ഹോൾഡ് ചെയ്തു, വൺ സൈഡിലോട്ട് ഒരു പുഷ് കടത്തി 2662 എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് ഫെയിലായി താഴെ വന്നു. ബട്ട് എവിടെയാണ് ഈ മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ ഫോളിലും ഈ മാർക്കറ്റ് ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ വരുന്ന വീക്സിൽ ഗ്യാപ്പ് ഫില്ലിങ് ചാൻസസ് ഉണ്ട്. അദാനി എൻ്റർപ്രൈസസ് 2905 എന്ന റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത വരുന്ന ദിവസങ്ങളിലുണ്ട്. അതിന് മാർക്കറ്റ് കൂടെ സപ്പോർട്ട് ചെയ്യണം. മോസ്റ്റ്ലി ഒരു 16% മൂവ്മെൻറ്റ് അദാനി എൻ്റർപ്രൈസസിൽ പെൻഡിങ് ആണ്. അതിനെന്താണ് ക്രൈറ്റീരിയ, ഇത് എന്തുകൊണ്ട് എങ്ങനെയാണെങ്കിൽ മാത്രം അദാനി എൻ്റർപ്രൈസസ് ഇപ്പം വരുന്ന ദിവസത്തിൽ മാർക്കറ്റ് ക്രാഷ് ഒന്നുമില്ല, മറിച്ച് 2440 എന്ന ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു സോൺ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് 2905 എന്ന റേഞ്ചിലേക്ക് വരുന്ന ദിവസം പോകാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത സ്റ്റോക്കിലേക്ക് പോവുകയാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് എവിടെയാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത്, 418 എന്ന റേഞ്ച് സ്ട്രോങ് റെസിസ്റ്റൻസ് എടുക്കുകയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ആൻഡ് സപ്പോർട്ട് കഴിഞ്ഞ ദിവസം സപ്പോർട്ട് എടുത്തേക്കുന്നത് 360 അല്ലെങ്കിൽ 370 റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. അവിടെ എന്തുകൊണ്ട് സപ്പോർട്ട് എടുത്തെന്ന് ചോദിച്ചാൽ മുന്നത്തെ ഉള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണും ആൻഡ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഒരു മേജർ ഡിമാൻഡ് ഏരിയ ആയിട്ട് മാറുകയായിരുന്നു. ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലാണ് ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് വരുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ശേഷം ആ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറുകയായിരുന്നു. നോക്കിയേ, ഈ 370 എന്നുള്ള റേഞ്ച് നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഈ ഒരു സോണ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വരുന്ന വീക്സിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്ന സ്റ്റോക്ക് 420 450 എന്ന ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം. മോസ്റ്റ്ലി 16% പെൻഡിങ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് MFSL, മാക്സ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. ഇത് വളരെ രസകരമായ സ്റ്റോക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വീക്സ് ആയിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഡൗൺ സൈഡിൽ നിന്ന് മോസ്റ്റ്ലി 62% ആണ് ഈ സ്റ്റോക്ക് അപ്പ് പോയത്. അപ്പോൾ ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ട്രെയിലാണ്. ഇതാ നോക്കിയേ, ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, 1307 റെസിസ്റ്റൻസ് ആയിരുന്നു. അതിന് മുന്നത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1153. ഈ ഒരു സോൺ ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് വന്നു, തിരിച്ചിറങ്ങി ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. ശേഷം 1307 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്. ആൻഡ് ഇവിടെ നിന്ന് സംഭവിച്ചു, വരുന്ന ആ ഒരു ഏരിയ മൊത്തവും ആ ഒരു ദിവസങ്ങൾ മൊത്തവും മാർക്കറ്റ് അപ്പ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു ചെറിയ സപ്പോർട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ട്രേഡ് കിട്ടുമോ ഇല്ലെങ്കിൽ നമുക്കിവിടെ വാച്ച് ചെയ്യാം. ആൻഡ് 1021 EMA എന്നുള്ള റേഞ്ചിലേക്ക് ചിലപ്പോൾ 1021 EMA എന്ന റേഞ്ചിലേക്ക് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് തന്നെന്നിരിക്കാം. ആൻഡ് നമുക്ക് ഈ സ്റ്റോക്ക് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ വളരെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം, കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാ സ്റ്റോക്കുകളും ഡൗൺ ആയിരുന്നു നമുക്കറിയാം. ബട്ട് MFSL എന്താണ് സംഭവിച്ചത്, 11 പോയിൻറ്റ് അപ്പായിരുന്നു, ഒന്ന് ഗ്യാപ്പ് ഡൗൺ ചെയ്തു. ആൻഡ് ഈ ഒരു 10 EMAയിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് സ്റ്റിൽ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാണ്. ഇതാണ് ഒരു ബ്രേക്കൗട്ട് ഏരിയ എന്ന് പറയുന്നത്. 1554 എന്നൊരു ബ്രേക്കൗട്ട് ഏരിയയാണ്. അതിന് മുകളിൽ വീണ്ടും 1681 എന്ന റേഞ്ചിലേക്ക് പോകാനുള്ളൊരു സാധ്യത MFSL എന്ന സ്റ്റോക്കിലുണ്ട്. സോ നിങ്ങളും വാച്ച് ലിസ്റ്റിൽ ഇടുക. അടുത്തത് സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് ആണ്. ഇതൊരു ചെറിയ ബ്രേക്കൗട്ട് ഏരിയ ആണ്, റെസിസ്റ്റൻസ് പ്ലസ് ബ്രേക്കൗട്ട് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ആൻഡ് ബ്രേക്കൗട്ട് ഏരിയ ആണിത്. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. വലിയ ക്യാൻഡിലാണ് അല്ലേ വന്നേക്കുന്നത് ഇവിടെ. ഓക്കെ, ഈ ഒരു ബ്രേക്കൗട്ട് ശ്രമിച്ചു, സെക്കൻഡ് ടൈം ബ്രേക്കൗട്ട് നടത്തിയൊരു വലിയൊരു ക്യാൻഡിലാണ്. ആ ക്യാൻഡിലിൻ്റെ പകുതിയിൽ വന്നാണ് ഒരു 10 EMAയിൽ സപ്പോർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 500 എന്നുള്ള റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ഈസി ആയിട്ട് പോകുന്നതായിരിക്കും. അതിന് മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഈ ഇറാൻ ഇഷ്യൂയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഇഷ്യൂവിൽ മാർക്കറ്റ് മുങ്ങിപ്പോകാതിരുന്നാൽ 510 എന്ന റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങളിൽ എത്തുമായിരിക്കും. ആൻഡ് അതിനുള്ള ക്രൈറ്റീരിയ എന്താണ്, ഒരു 409 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്താൽ 409 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്താൽ 530 എന്ന റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിലുണ്ട്. സോ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലിടുക. അടുത്ത സ്റ്റോക്ക് നവയാണ്. നവ നമുക്ക് ഒന്ന് സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യാം. ഇതിൻ്റെ റെസിസ്റ്റൻസ് സോണ് 554 ആണ്. ആൻഡ് ഇവിടെ നോക്കിയാൽ നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ചെറിയ ട്രെൻഡ് ലൈൻ സപ്പോർട്ടുണ്ട്.
നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായേനെ. ഓക്കെ, ഈ ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത്. 1021 EMA ഈ റേഞ്ചിലുണ്ട്. 492 എന്നുള്ള റേഞ്ചിലേക്ക് ഒരു പുൾ ബാക്ക് കിട്ടിയാൽ വളരെ നന്നായേനെ. ബട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. 560ക്ക് മുകളിലാണ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് റേഞ്ച് ആൻഡ് 675 മോസ്റ്റ്ലി ഒരു 20% മൂവ് നവ ലിമിറ്റഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക. ആൻഡ് നമുക്ക് അറിയാം എപ്പോഴും ഒരു 490 ഒരു പുൾ ബാക്കിലാണ് ട്രേഡ് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. അടുത്തതൊരു ഡിഫൻസ് സ്റ്റോക്കാണ്. എം ക്ലൗഡ് എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ പേര്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പ്രൈസ് ആക്ഷനാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു IPO സ്റ്റോക്കാണ്. ഇതിൻ്റെ അകത്തൊരു ഇൻസൈഡ് ബാർ സെറ്റപ്പാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ നോക്കി ഈ സ്റ്റോക്ക് സൂം ചെയ്ത് നോക്കിയൊന്ന്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് റെസിസ്റ്റൻസ് എടുക്കുന്ന ഏരിയ ഇതാണ് 85 എന്നുള്ള റേഞ്ചിലാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത്. ആൻഡ് എന്തുകൊണ്ട് ഞാനൊരു ഇൻസൈഡ് ബാർ സെറ്റപ്പാന്ന് പറഞ്ഞു? ഇത് നോക്കി, ഈ ഒരു ക്യാൻഡിലും ഉണ്ടോ? ഞാനൊന്ന് വ്യക്തമായിട്ട് കാണിക്കാം. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലല്ല ഇത്രയും ദിവസമായിട്ട് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 ദിവസമായിട്ട് ഈ സ്റ്റോക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ 83ക്ക് മുകളിൽ അല്ലെങ്കിൽ 85ക്ക് മുകളിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ വരേണ്ടത്? 85 എന്നുള്ള റേഞ്ച് സ്ട്രോങ് ആയിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതായത് നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് 85ക്ക് മുകളിൽ 90 ഈ ഒരു സോണ് ആൻഡ് 100 ഈ ഒരു സോണിലേക്കൊക്കെ മാർക്കറ്റ് ഭയങ്കര എക്സ്പ്ലോസീവ് മൂവ്സ് നമുക്കിതിൽ പ്രതീക്ഷിക്കാം. അതിനെന്താണ് വേണ്ടത്? 95 അല്ലെങ്കിൽ 85 എന്നുള്ള റേഞ്ച് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ പറയാം ഇൻസൈഡ് ബാർ സെറ്റപ്പാണ് ഞാനിതിൽ കാണുന്നത്. ആൻഡ് ടൈറ്റ് പ്രൈസ് ആക്ഷൻ എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് പ്ലസ് ടൈറ്റ് പ്രൈസ് ആക്ഷൻ. എന്തുകൊണ്ടാണ് ഞാൻ ടൈറ്റ് പ്രൈസ് ആക്ഷൻ എന്ന് എഴുതിയത്? നോക്കി, ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടേ മാർക്കറ്റ് ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? ടൈറ്റ് പ്രൈസ് ആക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് കണ്ടില്ലേ? ഈ ക്യാൻഡിൽസ് എല്ലാം നോക്കി, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്താണ് അപ്സൈഡ് പോകാൻ നോക്കുന്നു, ഡൗൺ വരുന്നു, അപ്സൈഡ് പോകാൻ നോക്കുന്നു, ഡൗൺ വരുന്നു. അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടിരിക്കുന്നത് ടൈറ്റ് പ്രൈസ് ആക്ഷൻ ആണെന്ന്. സോ ഈ സ്റ്റോക്ക് നിങ്ങളെല്ലാവരും വാച്ച് ലിസ്റ്റ് ഇടുക. എം ക്ലൗഡ്. അടുത്ത സ്റ്റോക്ക് പെട്രോളിയം സ്റ്റോക്കാണ്, BPCL. അപ്പം നമുക്കറിയാം നമ്മൾ 2 ആഴ്ച മുന്നേ പെട്രോളിയം സ്റ്റോക്സ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ട്. കണ്ടില്ലേ? ആ നടന്ന ബ്രേക്ക് ഔട്ട് കണ്ടില്ലേ? 2 ആഴ്ച മുന്നേ നമ്മളിവിടെ ഞാൻ 1 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു പെട്രോളിയം സ്റ്റോക്സ് ബ്രേക്ക് ഔട്ടിലേക്ക് പോവുകയാണെന്ന്. കണ്ടില്ലേ? നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് എവിടെയാണ് ഈ ഒരു സപ്പോർട്ട് സോണിൽ വീണ്ടും ഒരു പുൾ ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 299 മുകളിൽ BPCL ട്രേഡ് ചെയ്യുവാണെങ്കിൽ 350 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മോസ്റ്റ്ലി ഒരു 11% മൂവ് BPCL ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് 300 അല്ലെങ്കിൽ 290 to 300 റേഞ്ചിന് മുകളിൽ BPCL ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു നല്ല മൂവ്മെൻറ്റ് 350ലേക്ക് പ്രതീക്ഷിക്കാം. സോ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക. അതിൻ്റെ അടുത്തതൊരു ബാങ്കിങ് സ്റ്റോക്കാണ്. ഓക്കെ, ഞാൻ ഈ സ്റ്റോക്കും ഏകദേശം നമ്മുടെ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. ആൻഡ് ഞാൻ ഒന്നും കൂടെ ട്രേഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം കണ്ടില്ലേ, ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണിച്ചു. ശേഷം ഒരു പുൾ ബാക്ക് തന്നു. ആൻഡ് ഈ പുൾ ബാക്കിൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ കണ്ടില്ലേ? നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പോടെയാണ് ഈ മാർക്കറ്റ് ഇവിടെ പുൾ ബാക്ക് കഴിഞ്ഞ ശേഷം പോയത്. ആൻഡ് എന്ത് സംഭവിച്ചു? ഈ ഗ്യാപ്പ് അപ്പ് തന്ന ശേഷം മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. കണ്ടോ? ഈ ഒരു ഗ്യാപ്പ് വന്ന പാർട്ട് മാർക്കറ്റ് ഫില്ല് ചെയ്ത് വീണ്ടും അപ്സൈഡ് പോയി. ആൻഡ് ഇന്നലത്തെ ഒരു മാർക്കറ്റ് ക്രാഷിൽ എന്താ സംഭവിച്ചത്? വീണ്ടും ഈ ഒരു ഗ്യാപ്പിൽ റീടെസ്റ്റ് ചെയ്തു. കണ്ടോ? ഇതാണ് എൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ. നമ്മൾ കുറച്ചും കൂടെ സൂമായിട്ട് നോക്കിയാൽ മാത്രമേ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻസ് നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പിക്ചർ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു 790 ഈ ഒരു സോൺ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മോസ്റ്റ്ലി 778 മുകളിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ വരുന്ന വീക്സിൽ മോസ്റ്റ്ലി 823 889 ഈ ഒരു സോണിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് എന്താണ് ക്രൈറ്റീരിയ? ഈ ഒരു സോണിന് മുകളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ വീക്കായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു.
ആൻഡ് നമ്മൾ ഇത്രയും ട്രേഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകൾ ഇട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.